ത്രിയേക ദൈവത്തിൻ്റെ വന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഈ വിശുദ്ധമായ സന്ധ്യയിൽ ഞാൻ നിൽക്കുന്നത്. മലങ്കര സഭയിലെ തന്നെ വളരെ പ്രശസ്തമായ വാകത്താനം സെൻറ് ജോൺസ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ വലിയ പെരുന്നാളിൻ്റെ സന്ധ്യയിലാണിത്. ഈ പ്രഭാഷണം കഴിയുമ്പോൾ നമ്മളെല്ലാവരും പ്രദക്ഷിണത്തിനായിട്ട് ഒരുങ്ങുകയാണ്. വിശുദ്ധനായ യോഹന്നാൻ മാത്താനയുടെ ഓർമ്മയും പ്രാർത്ഥനയും മധ്യസ്ഥതയും ജീവിത സന്ദേശവും നമ്മിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ധ്യാരാധനയ്ക്ക് മുഖ്യ നേതൃത്വം നൽകി നാളത്തെ പെരുന്നാൾ ആശീർവദിക്കുന്നത് കോട്ടയം മെത്രാസനത്തിൻ്റെ അധ്യക്ഷനും ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിലെ ഗുരുവുമായ വന്യനായ അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറോസ് തിരുമേനിയാണ്. വന്യരായ വൈദിക ശ്രേഷ്ഠരുടെ സാന്നിധ്യമുണ്ട്. നാഗപൂർ സെമിനാരിയുടെ മുൻ പ്രിൻസിപ്പൽ പ്രിയപ്പെട്ട ഡോക്ടർ ബിജേഷ് ഫിലിപ്പച്ചൻ്റെ സാന്നിധ്യവും ഈ സന്ധ്യയിൽ നമ്മോടൊപ്പമുണ്ട്. ആമുഖ വാക്കുകൾ ഞാൻ ഒഴിവാക്കുകയാണ്. വളരെ മനോഹാരിതമായി ഈ ദേവാലയം വാസ്തുശില്പം നിർവഹിച്ചിരിക്കുന്നതിൽ ഞാൻ ഇടവകയെ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. ദൈവികമായ ചൈതന്യം, ദൈവികമായ പ്രഭ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക് ആവഹിക്കുകയാണ്. അത്രമാത്രം ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ സ്പന്ദനം ഈ ഭൂമികയിൽ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. ഈ ദേവാലയം സ്ഥാപിതമായിട്ട് 177 വർഷമാകുന്നു. ശതോത്തര പ്ലാറ്റിനം ജൂബിലിയുടെ സമാപനമാണ്. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ദേവാലയം ദ്വിശതാബ്ദി ആഘോഷിക്കുവാൻ ഒരുങ്ങും. 200ന്റെ നിറവിലേക്ക് അന്ന് നമ്മിൽ എത്ര പേരുണ്ടാകുമെന്ന് അറിയുകയില്ല. എങ്കിലും ദ്വിശതാബ്ദിയിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ ഈ ദേവാലയം കൂടുതൽ പ്രകാശിതമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ഈ പെരുന്നാളിന് എല്ലാവിധമായ ആശീർവാദങ്ങളും നന്മകളും കൃപകളും ഞാൻ നേരുകയും ചെയ്യുകയാണ്. ഈ രാത്രിയിൽ ഒരു ചെറിയ വാക്യം ഉദ്ധരിച്ച് പെരുന്നാൾ സന്ദേശമായി 3 ആശയം പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അവൻ വളരണം, ഞാനോ കുറയണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാമത്തെ വാക്യമാണ്. വിശുദ്ധനായ യോഹാനോൻ അവതരിപ്പിക്കുന്ന, വിളിച്ചു പറയുന്ന വാക്യമാണ്. യോഹന്നാൻ സ്നാപകൻ സ്നാനത്തെക്കുറിച്ചുമൊക്കെയുള്ള പ്രബോധനം നടത്തുകയാണ്. അവന്റെ ശിഷ്യന്മാർ വന്ന് പറയുന്നു, നീ പറഞ്ഞിട്ടുള്ള ആൾ അപ്പുറത്ത് അനേകരെ സ്നാനം കഴിപ്പിക്കുന്നു, ധാരാളം ആളുകൾ അങ്ങോട്ട് പോകുന്നു. ആ സമയത്ത് യോഹന്നാൻ പറയുകയാണ്, അവൻ വളരണം, ഞാൻ കുറയണം. യേശു വളരണം, ഞാൻ കുറയണം. He must increase, but I must decrease. അവൻ വളരണം, ദൈവനാമം ഉയരണം. ഈ പെരുന്നാളിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മൾ എന്ത് സന്ദേശമാണ് ലോകത്തിന് കൊടുക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ സംശീകരിക്കുവാനുള്ള സന്ദേശം എന്താണ്? വിശുദ്ധനായ യോഹന്നാൻ മാത്താന അവതരിപ്പിക്കുന്ന സന്ദേശമാണ്, ദൈവനാമം മഹത്വപ്പെടട്ടെ, ദൈവ ശബ്ദം ഉയരട്ടെ, ദൈവ സാന്നിധ്യം വളരട്ടെ. നമുക്ക് ചെറുതായി തീരാം. ലോകം ആഗോളീകൃത സമൂഹമാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയും ബയോടെക്നോളജിയും പുതിയ സാങ്കേതിക വിദ്യയും ഒക്കെ ലോകത്തെ ചെറുതാക്കി ലോകത്തിലെ ഏത് ഭാഗത്ത് നടക്കുന്ന സംഭവങ്ങളും ഈ ചെറിയ ഗ്രാമത്തിൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുമ്പോൾ നമ്മളെല്ലാം, ഞാൻ ഉൾപ്പെടെ, ചൂതി വീർപ്പിച്ച് സെൽഫിയുടെ സംസ്കാരം വളർത്തി
ഏറ്റവും വലുതാകുവാൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കാവൽ പിതാവ് പറയുന്നു, ഞാനല്ല വളരേണ്ടത്, എന്റെ മഹത്വമല്ല ഉയരേണ്ടത്, ദൈവ മഹത്വം ഉയരട്ടെ, ദൈവനാമം ഉയർത്തപ്പെടട്ടെ എന്നാണ് പറയുന്നത്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് എത്രയോ പ്രഭാഷണം നമ്മൾ കേട്ടിട്ടുണ്ട്. BC 5 അദ്ദേഹം ജനിച്ചു. ഏകദേശം AD 36 38 ലോകത്തിൽ നിന്ന് യാത്രയായി. എന്തായാലും ഒരു കാര്യം നമുക്കറിയാം, യേശു തമ്പുരാനേക്കാൾ 6 മാസം മാത്രമേ അദ്ദേഹത്തിന് മൂപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്തുവിനേക്കാൾ 6 മാസം പ്രായം ഉണ്ടായിരുന്ന മഹത് വ്യക്തിത്വമാണ് വിശുദ്ധ യോഹന്നാൻ അഥവാ യോഹന്നാൻ മാദ്ദാന, യോഹന്നാൻ സ്നാപകൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പേരാണ് യൂഹാനോൻ. അഭ്യുന്യ ദിയസ്കോറോസ് തിരുമേനിയുടെ പേരും യൂഹാനോൻ എന്നാണ്. എൻ്റെയും ഒരു ചെറിയ പേര് യൂഹാനോൻ എന്നാണ്. ആ പേരിൻ്റെ അർത്ഥമാണ് എനിക്ക് വളരെ ഹൃദ്യമായി തോന്നുന്നത്. ദൈവത്തിൻ്റെ കൃപ, ഗോഡ്സ് ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപ. അതുകൊണ്ടാണ് വൃദ്ധയായ സ്ത്രീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചപ്പോൾ അതിനപ്പുറം എന്ത് പേരാണ് നൽകുവാനുള്ളത്? യൂഹാനോൻ, യോഹന്നാൻ. ആ പേരൊക്കെ ഇന്ന് ചെറുതായി ജോ വരെയായിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപ. ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ സംശീകരിക്കുവാനും ദൈവത്തിന്റെ കൃപ പ്രസരിതമാക്കി തീർക്കുവാനും ദൈവത്തിന്റെ കൃപ ആഗോളതലത്തിൽ വ്യാപരിപ്പിക്കുവാനും നമുക്ക് കഴിയുമ്പോഴാണ് ഈ പെരുന്നാൾ അർത്ഥപൂർണമായി തീരുന്നത്. വാകത്താനം ദേവാലയം വളരെ പ്രശസ്തമാണ്. ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, 1847 ഈ ദേവാലയം സ്ഥാപിതമായി. 2025 തിരിഞ്ഞു നോക്കുമ്പോൾ 177 വർഷം. ഈ ദേവാലയത്തിന് ഭരണാനുമതി, ചരിത്രാനുമതി, സഭാ അനുമതി നൽകിയത് 1849 മലങ്കര മെത്രാപ്പൊലീത്ത ആയിരുന്ന ചേപ്പാട് ഫിലിപ്പോസ് മാർ ദിവന്യാസോസ് മെത്രാപ്പൊലീത്തയാണ്. 2025 അദ്ദേഹത്തിന്റെ 150ാമത് ചരമ വാർഷികം കൂടിയാണ്. ഏറ്റവും അധികം ആകർഷിച്ചതാണ് ഈ ദേവാലയത്തിൽ പരിശുദ്ധ പരിമള തിരുമേനി ദീർഘകാലം താമസിച്ചു, ആരാധനകൾക്ക് നേതൃത്വം നൽകി. പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഡേറ്റുകളുണ്ട്. 1892, 1897. 1897 നമ്മൾ ഓർക്കുമ്പോൾ 1895 പരിമള തിരുമേനി ജെറുസലേം സന്ദർശിച്ച് തിരികെ എത്തിയ കാലഘട്ടമാണ്. പിന്നീട് അദ്ദേഹം 7 വർഷമേ താമസിച്ചിട്ടുള്ളൂ. 1895 മുതൽ 1902 വരെ ഏതാണ്ട് 7 വർഷം. ഞാൻ പറയും, പരിമള തിരുമേനിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രകാശ പൂർണിമ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ആ 7 വർഷം. സമൂഹത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും നവോത്ഥാനത്തെക്കുറിച്ചും അനവധി കാര്യങ്ങൾ പഠിപ്പിച്ചത് ഈ 7 വർഷമാണ്. ആ കാലഘട്ടത്തിൽ 1897 അദ്ദേഹം ഇവിടെ താമസിച്ചു എന്ന് പറയുമ്പോൾ അതിശ്രേഷ്ഠമാണ്. അതിലും മഹത്തരമാണ് വാകത്താനം ദേവാലയം. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ ബാവ തിരുമേനി ജന്മം കൊണ്ട് പ്രശസ്തമായ അനുഗ്രഹീതമായ ദേവാലയം. വളരെ പ്രായത്തിൽ കാരുച്ചിറ ഷെമ്മാസിൻ എന്നറിയപ്പെട്ട അദ്ദേഹം കൊളംബ് സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഒരു യാത്രാവിവരണം എഴുതി. കൊളംബ് യാത്രാവിവരണം എന്ന പേരിൽ മലയാള സാഹിത്യത്തിൽ അറിയപ്പെടുന്നു. യാത്രാവിവരണം എഴുതിയ ഏറ്റവും ചെറുപ്രായത്തിലുള്ള ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ കാരുച്ചിറ ഷെമ്മാസിൻ എന്ന് നമുക്ക് പറയാം. പരിശുദ്ധ ഗീവർഗീസ് ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ ബാവ തിരുമേനിയാണ്. 1897 മുതൽ റംബാനായിട്ടും ഒക്കെ അദ്ദേഹം ഇവിടെ ദീർഘകാലം താമസിച്ചു. ഈ പ്രദേശത്ത് അദ്ദേഹം കബറടങ്ങി. മലങ്കര സഭയുടെ കാതോലികവും പൗരസ്ത്യവുമായ തനിമയും യശസ്സും സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുന്നതിൽ അദ്ദേഹം ചെയ്ത വലിയ സാന്നിധ്യം നമ്മൾ മറന്നു പോകരുത്. കാരണം പെരുന്നാൾ സന്ദേശത്തിൽ
നമ്മുടെ ആത്മാഭിമാനത്തെ ഉണർത്തുന്ന ചരിത്ര രേഖകളിൽ കൂടി ഞാൻ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും വാഗ്ദാനത്തെ കുറിച്ച് ഓർക്കുമ്പോഴാണ് മലങ്കര സഭയുടെ ക്രാന്തദർശിയും യുഗപ്രഭാവനുമായ പരിശുദ്ധ വട്ടശ്ശേരിയിൽ ഗീവർഗീസ് മാർ ദീവന്യാസോസ് തിരുമേനിയുടെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ കൂടി ശിഷ്യനായ പരിശുദ്ധ ഗീവർഗീസ് ദിദ്യൻ ബാവയുടെ സാന്നിധ്യം, പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ സാന്നിധ്യം ഓർത്തു നോക്കുക. ഇവരുടെ എല്ലാം ഗുരുവായ പരിശുദ്ധ പരിമല തിരുമേനിയുടെ നേതൃത്വം. ഇങ്ങനെ ഈ വാഗ്ദാനം ദേശം, വാഗ്ദാനം ദേവാലയം ഏറ്റവും പ്രശസ്തമായി തീരുന്നതിൽ മറ്റ് എന്ത് കാര്യങ്ങളാണ് നമുക്ക് പറയുവാനായിട്ടുള്ളത്? ഈ വാഗ്ദാനം ദേശത്തെ എത്രയോ ഓർത്തഡോക്സ് ദേവാലയങ്ങളുണ്ട്. ഏകദേശം 14 ദേവാലയങ്ങളുടെ മാതൃസ്ഥാനമാണ് നമ്മുടെ ഈ ഭൂമിക. നമ്മളിരിക്കുന്ന, നമ്മൾ ദൈവവചനം കേൾക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ഈ ഭൂമിക മാതൃദേവാലയമാണ് ഈ ദേശത്തിന്റെ, ഈ നാടിന്റെ. അതുകൊണ്ട് വലിയ പള്ളി എന്നൊക്കെ പറയുന്നതിലുപരി എനിക്ക് തോന്നുന്നത് ഇത് ഈ ദേശത്തിന്റെ ഒരു മഹാ ഇടവക തന്നെയാണ്. ഒരു മഹാ ഇടവകയായി ഈ വാഗ്ദാനത്തെ സെന്റ് ജോൺസ് വലിയ പള്ളി പരിലസിക്കുമ്പോൾ അതിലെ ഒരു അംഗം എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം, നമുക്ക് സന്തോഷിക്കാം. നമ്മൾ എങ്ങനെയാണ് സന്തോഷിക്കേണ്ടതെന്ന് വായിച്ചു കേട്ടോ. ദൈവ ശബ്ദമുയരണം, ദൈവ സാന്നിധ്യം വളരണം, അവൻ വളരണം, ഞാനോ കുറയണം എന്നാണ് അവിടെ പറയുന്നത്. വളരെ ശബ്ദമായ ശക്തമായ പ്രവചനമാണ് വിശുദ്ധനായ യോഹന്നാൻ മാറ്റാന ഉയർത്തുന്നത്. യോഹന്നാന്റെ സന്ദേശം എന്തായിരുന്നു? ശബ്ദം എന്തായിരുന്നു? മാനസാന്തരപ്പെടുവീൻ, മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവ സാന്നിധ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പദയാത്രയായി പ്രദക്ഷിണമായി നമ്മൾ ഈ ഗ്രാമത്തിൽ കൂടി മന്ദം മന്ദം സഞ്ചരിക്കുമ്പോൾ നമ്മളിൽ പ്രതിധ്വനിക്കേണ്ട, സ്പന്ദിക്കേണ്ട, പ്രകമ്പനം കൊള്ളിക്കേണ്ട, നൊമ്പരപ്പെടുത്തേണ്ട ശബ്ദം എന്താണ്? യോഹന്നാൻ മാത്താനയുടെ ശബ്ദമാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. മാനസാന്തരപ്പെടുവാൻ കഴിയുമോ? സ്വർഗരാജ്യത്തിലേക്ക് തിരിയുവാൻ കഴിയുമോ? ദൈവശബ്ദത്തിലേക്ക് തിരിയുവാൻ കഴിയുമോ? ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് നീങ്ങുവാൻ കഴിയുമോ? അതാണ് മാനസാന്തരം. ദൈവത്തിലേക്ക് തിരിയുക, ആരാധനയിലേക്ക് തിരിയുക, കുരിശിലേക്ക് തിരിയുക. എത്രയോ വ്യാഖ്യാനങ്ങൾ പറയുവാൻ കഴിയും. ഈ പെരുന്നാളിൽ മെഴുകുതിരിയും പിടിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ദൈവശബ്ദം നമ്മൾ കേട്ട് യാത്ര ചെയ്യുമ്പോൾ, പെരുന്നാൾ സന്ദേശം കേട്ട് സഞ്ചരിക്കുമ്പോൾ, തീർത്ഥാടനം ചെയ്യുമ്പോൾ, ദൈവമേ അങ്ങയുടെ രാജ്യം വന്നുകൊണ്ടിരിക്കുന്നു, അങ്ങയുടെ രാജ്യം വരണമേ, സ്വർഗരാജ്യം വരണമേ, നീതി ഇവിടെ ജ്വലിക്കണമേ, ഞങ്ങളിൽ പാപബോധ്യം നൽകണമേ, ഞങ്ങളിൽ മാനസാന്തരം പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ വളരണം, ഞാനോ കുറയണം. ഇതാണ് യഥാർത്ഥമായ ഒരു ശിഷ്യന്റെ വലിയ ആഹ്വാനം. ഒരു നല്ല ശിഷ്യനായി തീരുക. ഈ പെരുന്നാളിൽ ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരുക. എങ്ങനെ നമുക്ക് ഈ ശിഷ്യത്വത്തിലേക്ക് ഉയരുവാനായിട്ട് കഴിയും? ഈ പെരുന്നാളിൽ ദൈവം ഉയരട്ടെ, ദൈവശബ്ദം ഉയരട്ടെ, ദൈവ സാന്നിധ്യം ഉയരട്ടെ, ഞാൻ ഏറ്റവും ചെറുതായി തീരട്ടെ. നമുക്ക് എങ്ങനെ പറയുവാൻ കഴിയും? അതിന്റെ അർത്ഥതലങ്ങൾ എന്താണ്? ഒന്ന്, നമുക്ക് വിശ്വസ്തതയുടെ ഒരു ശിഷ്യത്വം ഉണ്ടാവണം. ഡിസൈപ്പിൾഷിപ്പ് ഓഫ് ലോയൽറ്റി, സത്യസന്ധതയുടെ ശിഷ്യത്വം. ഇന്നത്തെ ലോകം അതിശക്തമായി സത്യാനന്തര കാലത്തിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയും. സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുകയില്ല. എല്ലാം സത്യമായിട്ട് തോന്നിപ്പിക്കും. സത്യത്തെ പ്രതീതിവൽക്കരിക്കുകയാണ്.
സത്യത്തെ തോന്നിപ്പിക്കുകയാണ്. കേരളത്തിലെ ചാനലുകളും മാധ്യമ ചർച്ചകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും നമ്മൾ കാണുന്ന യൂട്യൂബ് സംവിധാനങ്ങളുമെല്ലാം സത്യത്തെ തമസ്കരിക്കുകയാണ്. അർത്ഥസത്യങ്ങളും വ്യാജ പ്രചരണങ്ങളും ഒക്കെ ശക്തിപ്പെടുമ്പോൾ, ഇവിടെ ഒരു നല്ല ശിഷ്യനായി തീരുമ്പോൾ, യോഹന്നാൻ സ്നാപകന്റെ പിൻഗാമിയായി തീരുമ്പോൾ വിശ്വസ്തതയുടെ ശിഷ്യത്വം രൂപീകരിക്കുവാൻ കഴിയണം. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, എന്നേക്കാൾ വലിയവൻ എന്റെ പിന്നാലെ വരുന്നുണ്ട്, അവന്റെ ചെരിപ്പുകളുടെ വാറുകൾ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് മെശിയായാണോ, അങ്ങ് പ്രവാചകനാണോ, അങ്ങ് വലിയവനാണോ എന്നൊക്കെ എങ്ങനെ സ്നാപക യോഹന്നാനെ പ്രതീവൽക്കരിച്ചപ്പോൾ, അദ്ദേഹത്തിന്റെ നാമം ഉയർത്തി വലുതാക്കി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മെശിഹായല്ല, ഞാൻ വലിയ ഗുരുവൊന്നുമല്ല, ഞാൻ പ്രവാചകനുമല്ല, എന്നേക്കാൾ അങ്ങോട്ട് നോക്കുക, എന്നേക്കാൾ വലിയവൻ എന്റെ പിന്നാലെ വരുന്നുണ്ട്, അവന്റെ ചെറുപ്പുകളുടെ വാറുകൾ പോലും അഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അതാണ് കുറയുന്ന അനുഭവം, അതാണ് സത്യസന്ധതയുടെ രൂപം, അതാണ് വിശ്വസ്തതയുടെ ശിഷ്യത്വം. തിരുമേനിയുടെ സാന്നിധ്യം ഈ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചരമനവധി നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പലപ്പോഴും എഴുതുന്ന 3 വാക്കുകളുണ്ട്. നമ്മൾ നിലനിൽക്കേണ്ടത് സത്യത്തിനും നീതിക്കും തത്വത്തിനും ചേർന്നായിരിക്കണം. സത്യത്തിനും നീതിക്കും തത്വത്തിനും. നമ്മൾ വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നോക്കുമ്പോൾ, സത്യത്തിന് നിലനിന്നു, നീതിക്ക് നിലനിന്നു, തത്വത്തിന് നിലനിന്നു. വേദഭാഗങ്ങള് ഞാൻ ഉദ്ധരിക്കുന്നില്ല. ഓർത്തിരിക്കണം, നമ്മുടെ സഭയുടെ അരുമ കാവൽപിതാവായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായും അത് തന്നെയാണ്. എന്റെ കർത്താവും എന്റെ ദൈവവുമേ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം സഭയുടെ കൽപ്പനയാണ്, സഭയുടെ മുദ്രാവാക്യമാണ്, സഭയുടെ സ്ലോഗനാണ്. എന്റെ കർത്താവും എന്റെ ദൈവവുമേ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ, അഭിസന്ധി ഘട്ടങ്ങളിൽ, വേദനകളിൽ, പരാജയങ്ങളിൽ, തിരസ്കരണങ്ങളിൽ, കണ്ണുനീരുകളിൽ, ഒറ്റപ്പെടലിൽ വിളിച്ചു പറയുവാൻ കഴിയണം, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. എന്റെ കർത്താവും എന്റെ ദൈവവുമേ. ഓർത്തിരിക്കണം, സത്യസന്ധതയുടെ ശിഷ്യത്വം നമുക്ക് ചോർന്നു പോകുന്നുണ്ടോ? സത്യത്തിന് പക്ഷം ചേരുവാൻ, നീതിക്ക് പക്ഷം ചേരുവാൻ, വിശ്വസ്തതയ്ക്ക് പക്ഷം ചേരുവാൻ ഈ പെരുന്നാൾ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. വിശുദ്ധനായ മാർത്തോമാ ശ്ലീഹാ വിളിച്ചു പറയുന്നു, എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന്. ക്രിസ്തുവിനെ ദൈവമെന്ന് ആദ്യമായി ഉദ്ഘോഷിക്കുകയാണ്. ഇവിടെ യോഹന്നാൻ സ്നാപകൻ അതാണ് പറയുന്നത്, എന്നേക്കാൾ വലിയവൻ എന്റെ പിന്നാലെ വരുന്നു. ഈ പെരുന്നാളിൽ വഴിയൊരുക്കി കൊടുക്കുക, വഴി ഒരുക്കി കൊടുക്കുക. സത്യത്തിന്റെ വഴികൾ, നീതിയുടെ വഴികൾ, തത്വത്തിന്റെ വഴികൾ, അസത്യമൊട്ടുമേശാത്ത, വ്യാജ പ്രതിച്ഛായകൾ ഒട്ടും ഉണ്ടാവാത്ത, അർത്ഥസത്യങ്ങൾ ശക്തിപ്പെടാത്ത, സ്നേഹത്തിന്റെയും നീതിയുടെയും വഴി ഈ രാജ്യവീഥികളിൽ വിശാലമാക്കുവാൻ കഴിയുമ്പോൾ വാഗ്ദാനത്തെ ഈ പെരുന്നാൾ അർത്ഥപൂർണമായി തീരും. അവൻ വളരണം, ഞാനോ കുറയണം. ദൈവമേ, വിശ്വസ്തതയുടെ ശിഷ്യത്വം, സത്യസന്ധതയുടെ ശിഷ്യത്വം എനിക്ക് നൽകണമേ. രണ്ടാമതായി ഈ പെരുന്നാളിന്റെ സന്ദേശം ഡിസൈപ്പിൾഷിപ്പ് ഓഫ് കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധതയുടെ ശിഷ്യത്വം. വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതിബദ്ധതയുടെ ശിഷ്യത്വം, സാമൂഹ്യ പ്രതിബദ്ധതയെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ പ്രതിബദ്ധത എങ്ങനെയുള്ളതായിരിക്കണം? പ്രത്യേകിച്ച് ഈ ലോകത്തിന്റെ ക്രമം നമ്മൾ നോക്കണം, ലോകത്തിന്റെ സംവിധാനങ്ങൾ നോക്കണം. പാവപ്പെട്ടവരെ കരുതുന്ന, കണ്ണുനീർ വാർക്കുന്നവരെ കണ്ണുനീർ തുടയ്ക്കുന്ന നമ്മുടെ പ്രതിബദ്ധത അത് നീതിയുടേതായിരിക്കണം,
അതുകൊണ്ടാണ് യോഹന്നാൻ മാത്താനെ കുറിച്ച് നമ്മൾ ചൊല്ലിയ പ്രാർത്ഥനകൾക്കകത്തൊക്കെ നീതിയുടെ പ്രവാചകനായിട്ട് നിന്നു, നീതിയുടെ ശബ്ദം മുഴക്കി, നീതിയുടെ ഗർജനം ആ സമൂഹത്തിലുണ്ടായി. അതുകൊണ്ട് ഈ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് മാത്രമല്ല, നീതി നിഷേധിക്കപ്പെട്ടവർക്ക് പക്ഷം ചേരുവാൻ, അവരുടെ ശബ്ദമായി തീരുവാൻ നമുക്ക് കഴിയുമ്പോഴാണ്, അനീതിക്കെതിരെ നമ്മുടെ ശബ്ദം ഉയർത്തുവാൻ കഴിയുമ്പോഴാണ് യോഹന്നാൻ മാത്താനയുടെ ശബ്ദം നമ്മിൽ എത്തിച്ചേരുന്നത്. അവിടെയാണ് സാമൂഹിക പ്രതിബദ്ധതയുടെ ശബ്ദം നമ്മുടെ ആധ്യാത്മികതയിൽ നമുക്കുണ്ടാകുന്നത്. ചിലപ്പോൾ ജീവൻ പോകും, ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെടും. വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് ബോൺഗോഫർ. ജർമ്മൻ ചിന്തകനും എഴുത്തുകാരനുമായിരുന്നു. അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്, ഇന്റർനെറ്റിൽ വായിക്കാം, ഡൗൺലോഡ് ചെയ്യാം. കോസ്റ്റ് ഓഫ് ദി ഡിസൈപ്പിൾഷിപ്പ്. അത് നമുക്ക് ഭാഷാന്തരപ്പെടുത്തിയാൽ ഇങ്ങനെ ഇരിക്കും: ശിഷ്യത്വത്തിന്റെ വില. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദി ഡിസൈപ്പിൾഷിപ്പ്? ശിഷ്യത്വത്തിന് എന്താണ് വിലയുള്ളത്? ആ പുസ്തകം മലയാളത്തിലേക്ക് ഭാഷാന്തരപ്പെടുത്തി. ഇത് ഭാഷാന്തരപ്പെടുത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമായിരുന്നു: ശിഷ്യത്വത്തിന്റെ വില. പക്ഷെ ആ പുസ്തകം മൊഴിമാറ്റം നടത്തിയപ്പോൾ ആ പുസ്തകത്തിന് കൊടുത്ത തലക്കെട്ട് ഇങ്ങനെയാണ്: കോസ്റ്റ് ഓഫ് ദ ഡിസൈപ്പിൾഷിപ്പ്. മലയാളം: വരിക, ക്രൂശിക്കപ്പെടുക. അതാണ് ശിഷ്യത്വം. അതാണ് യോഹന്നാൻ മാത്താനയുടെ ശബ്ദം. അതാണ് നീതിയുടെ ശബ്ദം. അതാണ് പ്രവാചക ശബ്ദം. അതാണ് ദൈവത്തിന്റെ ശബ്ദം. അതാണ് ശിഷ്യത്വത്തിന്റെ ശബ്ദം. അതാണ് കുരിശിന്റെ നിലവിളി, കുരിശുയർത്തുന്ന സന്ദേശം. ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. ഈ പെരുന്നാളിൽ വിശുദ്ധ പ്രദക്ഷിണത്തിൽ പങ്കുചേരുമ്പോൾ, ദൈവമേ, ക്രൂശിക്കപ്പെടുവാൻ എന്നെ അനുവദിക്കണമേ. എന്റെ അഹന്ത, എന്റെ അഹങ്കാരം, എന്റെ ധാർഷ്ട്യം, എന്റെ കോപം, എന്റെ വൈര്യം, ഇതൊക്കെ ക്രൂശിക്കപ്പെടുവാൻ, അതൊക്കെ ഹനിക്കുവാൻ, നിഗ്രഹിക്കുവാൻ കഴിയുമ്പോഴാണ് നാളെ പ്രഭാതത്തിൽ ഇവിടെ എത്തി അഭിയുന്ന തിരുമേനിയുടെ കുർബാനയിൽ പങ്കുചേർന്ന, പരിശുദ്ധാത്മ നിറവിൽ നമ്മൾ എത്തിച്ചേർന്ന വിശുദ്ധ കുർബാനയുടെ സംസർഗത്തിൽ എത്തിച്ചേരുമ്പോൾ ആധ്യാത്മിക പ്രഭയിൽ ഉയരുന്നത് അപ്പോഴാണ്. ക്രൂശിക്കപ്പെടുന്ന അനുഭവം, അഹന്തയെയും ധാർഷ്ട്യത്തെയും ക്രൂശിക്കുന്ന ഒരു അനുഭവം. ഒരാശയം കൂടി പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പെരുന്നാളിൽ, ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത്: ദൈവമേ, ജീവാർപ്പണത്തിന്റെ ശിഷ്യത്വം നൽകണമേ. ഡിസൈപ്പിൾഷിപ്പ് ഓഫ് സാക്രിഫൈസ്. ജീവാർപ്പണത്തിന്റെ ശിഷ്യത്വം. ശിഷ്യത്വം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ലോകത്തിൻ്റെതാണ്, ഭൗതികതയുടേതാണ്. അത് ആഹ്ലാദത്തിൻ്റെതാണ്, സന്തോഷത്തിൻ്റെതാണ്, ആഘോഷത്തിൻ്റെതാണ്. ഇതൊക്കെ എങ്ങനെയോ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുമ്പോൾ ഡിസൈപ്പിൾഷിപ്പ് ഇൻവോൾവ്സ് ദ ലൈഫ് ഓഫ് സാക്രിഫൈസ് ആൻഡ് സറണ്ടർ ടു ഗോഡ്സ് വിൽ. ദൈവ ഇച്ഛയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്ന ഒരു അനുഭവമാണ്. അതാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുന്നതാണ്. എൻ്റെ ലാഭം നഷ്ടപ്പെടട്ടെ, എൻ്റെ അധികാരം നഷ്ടപ്പെടട്ടെ, എൻ്റെ സ്വത്വം നഷ്ടപ്പെടട്ടെ, എൻ്റെ മഹത്വം നഷ്ടപ്പെടട്ടെ, എൻ്റെ എല്ലാം നഷ്ടപ്പെടട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ ഇച്ഛയ്ക്കായി, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി എന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരനുഭവമാണ്. അതാണ് യോഹന്നാൻ മാത്താനെയും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അവൻ വളരണം, ഞാനോ കുറയണം. ഇന്നത്തെ പുതിയ ലോകക്രമം, ആഗോളവൽക്കരണവും ഇൻഫർമേഷൻ ടെക്നോളജിയും ബയോടെക്നോളജിയും പുതിയ സാങ്കേതികതയും ഒക്കെ നമ്മുടെ മുന്നിൽ ഉയർത്തിത്തരുന്നത് നമുക്കെങ്ങനെ ദീർഘകാലം ജീവിക്കാം. സൂപ്പർ ഹ്യൂമനെ കുറിച്ചുള്ള ചർച്ചകളാണുള്ളത്, ട്രാൻസ് ഹ്യൂമനെ കുറിച്ചുള്ള ചർച്ചകളാണുള്ളത്, പോസ്റ്റ് ഹ്യൂമനെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പക്ഷെ എനിക്കെങ്ങനെ
വിനയത്തോടെ, താഴ്മയോടെ, സ്നേഹത്തോടെ, ശുശ്രൂഷയോടെ ജീവിക്കുവാൻ കഴിയും. നീതിയോടെ ജീവിക്കുവാൻ കഴിയും. അനീതിക്കെതിരെ ശബ്ദമുയർത്തി എങ്ങനെ ജീവിക്കുവാൻ കഴിയും? ഈ പെരുന്നാളിൽ പങ്കുചേരുമ്പോൾ നമുക്ക് അത് ഉണ്ടാകണം. ഒരു മനോഹരമായ പുസ്തകം ഓർപ്പിച്ചെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഡെസ്മണ്ട് ടുറ്റു, വളരെ പ്രശസ്തനായ എഴുത്തുകാരനും നോബൽ സമ്മാന ജേതാവുമൊക്കെയാണ്. ആർച്ച് ബിഷപ്പാണ് സൗത്ത് ആഫ്രിക്കയിലെ. അദ്ദേഹത്തിന് 90 വയസ്സുണ്ടായിരുന്നു. 2021 ഡിസംബർ 26 അദ്ദേഹം കാലം ചെയ്തു. 2003 അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാ പുസ്തകങ്ങളും ഇന്റർനെറ്റിൽ വായിക്കാൻ കഴിയും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകവും അതിന്റെ ടൈറ്റിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. God has a dream, a vision of hope for our time. ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട്. അത് സമകാലിക ലോകത്തെ ശാന്തിയെ കുറിച്ചുള്ളതാണ്. God has a dream. God has a dream, a vision of hope of our time, a vision of hope in our contemporary times. സമകാലിക സംസ്കാരത്തിൽ, കാലിക സംസ്കാരത്തിൽ ശാന്തിയെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ചുള്ള ഒരു സ്വപ്നം ദൈവത്തിനുണ്ട്. ശാന്തിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും ഒരു സ്വപ്നം യോഹന്നാൻ മാഗ്ദാനയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശിരസ് ഛേദിക്കപ്പെട്ടത്, അദ്ദേഹം കൊല്ലപ്പെട്ടത്, ഐസ് അറ്റുപോയത്. കാരണം കുറച്ച് നാളെ ഉണ്ടായിരുന്നെങ്കിലും നീതിയുടെ പക്ഷം അദ്ദേഹം നിലനിർത്തി. ഡെസ്മണ്ട് ടുറ്റു ഈ ഗ്രന്ഥത്തിൽ അഭിമന്യനായ പിതാവ് അവതരിപ്പിക്കുന്നത് ദൈവത്തിന്റെ സ്വപ്നം എന്താണ്? അത് സ്നേഹത്തിൻ്റെതാണ്, അത് നീതിയുടേതാണ്, അത് അനുരഞ്ജനത്തിൻ്റെതാണ്, അത് ഐക്യത്തിൻ്റെതാണ്. ഈ സ്വപ്നങ്ങൾ നമ്മൾ വാർത്തെടുക്കുമ്പോഴാണ് അവൻ വളരണം, ഞാനോ കുറയണം. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഈ പ്രസംഗം ഇവിടെ അവസാനിക്കുന്നില്ല, ഈ പ്രസംഗം ഇവിടെ ആരംഭിക്കട്ടെ. ദൈവത്തിന്റെ സ്വപ്നം നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയുമോ? യോഹന്നാൻ സ്നാപകന്റെ സ്വപ്നം നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയുമോ? പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി എപ്പോഴും പറഞ്ഞ സ്വപ്നം, സത്യത്തിന്റെയും നീതിയുടെയും തത്വത്തിന്റെയും സ്വപ്നം നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് കഴിയുമോ? 2024 ദൈവം തമ്പുരാൻ നമുക്ക് ചൊരിഞ്ഞു നിന്ന എല്ലാ സന്തോഷത്തിനും, എല്ലാ വേദനകൾക്കും, എല്ലാ നന്മകൾക്കും, എല്ലാ വെളിച്ചത്തിനും ദൈവസന്നിധിയിൽ നന്ദി നമുക്ക് അർപ്പിക്കാം. 2025 പ്രഭാതങ്ങളും സന്ധ്യകളുമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ദൈവമേ, 2025 അങ്ങയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ദൈവത്തിന്റെ സ്വപ്നം സമാനമായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ സ്വപ്നം. ആ സ്വപ്നം സ്നേഹത്തിൻ്റെതായിരുന്നു, ആ സ്വപ്നം നീതിയുടേതായിരുന്നു, ആ സ്വപ്നം അനുരഞ്ജനത്തിൻ്റെതായിരുന്നു, ആ സ്വപ്നം ഐക്യത്തിൻ്റെതായിരുന്നു. അതിൻ്റെ അർത്ഥം ഈ പെരുന്നാൾ നമ്മൾ നടത്തുമ്പോൾ, നമ്മൾ ആചരിക്കുമ്പോൾ, ഈ പെരുന്നാളിൽ നമ്മൾ സമ്പൂർണമായി പങ്കുചേരുമ്പോൾ ഇവിടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകരുത്, ഇവിടെ നീതി നഷ്ടപ്പെട്ടു പോകരുത്, ഇവിടെ പരസ്പര വൈര്യം, ശത്രുത ശക്തിപ്പെടരുത്, ഇവിടെ ഐക്യത്തിന് ഭംഗം വരുന്ന യാതൊന്നും ഉണ്ടാകുവാനായിട്ട് പാടില്ല. ശതോത്തര പ്ലാറ്റിനം ജൂബിലിയുടെ സമാപനം നാളെ നടക്കുകയാണ്. 175 വർഷം കഴിഞ്ഞു, 176 കഴിഞ്ഞു, 177 നമ്മൾ സഞ്ചരിക്കുമ്പോൾ ദൈവമേ, അങ്ങ് ചൊരിഞ്ഞ എല്ലാ സ്നേഹത്തിനും നന്ദി. ഈ സന്ധ്യയിൽ പങ്കിട്ടത് 3 ചിന്തകൾ മാത്രമാണ്. നമുക്ക് സത്യസന്ധതയുടെ ഒരു ശിഷ്യത്വം ഈ പെരുന്നാളിൽ പങ്കുചേരുമ്പോൾ രൂപപ്പെടുത്തുവാൻ കഴിയുമോ? നമുക്ക് പ്രതിബദ്ധതയുടെ ഒരു ശിഷ്യത്വം ഈ പെരുന്നാളിൽ നമുക്ക് ചേർത്ത് പിടിക്കുവാൻ കഴിയുമോ? ജീവാർപ്പണത്തിന്റെ ശിഷ്യത്വം ഈ പെരുന്നാളിൽ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ
നമുക്ക് ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാൻ കഴിയുമോ? എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. ഈ വലിയ ഇടവകയിൽ ഞാൻ ഓർപ്പിച്ചു, ഈ മഹാ ഇടവകയിൽ, അനേക ദേവാലയങ്ങളുടെ മാതൃസ്ഥാനമായ ഇടവകയിൽ ദൈവത്തിൻ്റെ വരപ്രസാദം അനസ്യൂതം അനർഗളം ഈ പെരുന്നാളിനുണ്ടാകട്ടെ. നമുക്ക് മെഴുകുതിരി കത്തിച്ച് പിടിച്ച് ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു ചെറിയ പ്രാർത്ഥന മാത്രം പ്രതിസ്പന്ദിപ്പിക്കാം. അവൻ വളരണം, ഞാനോ കുറയണം. എൻ്റെ ദൈവ സാന്നിധ്യം എന്നിൽ വളരട്ടെ, ദൈവ ശബ്ദം ഈ നാട്ടിൽ വളരട്ടെ, ദൈവനീതി യാഥാർത്ഥ്യമാകട്ടെ. എൻ്റെ എല്ലാ അഹന്തകളും, എൻ്റെ എല്ലാ അഹങ്കാരങ്ങളും, എൻ്റെ എല്ലാ ധാർഷ്ട്യവും ഈ പെരുന്നാളിൽ പങ്കുചേരുമ്പോൾ ദൈവമേ അവിടുന്ന് ശൂന്യമാക്കണമേ, അവിടുന്ന് നിഗ്രഹിക്കണമേ. വിശുദ്ധനായ യോഹന്നാൻ മാഗ്ദാനയുടെ പ്രത്യേകമായ മധ്യസ്ഥതയും പ്രാർത്ഥനയും നമ്മുടെ ദേവാലയത്തിനും ഈ ശബ്ദം കേൾക്കുന്ന, പ്രത്യേകിച്ച് ഐറിസ് മീഡിയയിൽ കൂടി ഈ ശബ്ദം ആഗോളതലത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എവിടെ ചെന്നാലും വാകത്താനം നിവാസികളെ കാണുവാൻ കഴിയും. അവർക്കുള്ള സഭയുള്ള പ്രതിബദ്ധതയും അവർക്ക് സഭയുള്ള സ്നേഹവും അതത് സ്ഥലത്ത് അവർ അതത് ദേവാലയങ്ങളോട് കാണിക്കുന്ന സ്നേഹ വാത്സല്യ പ്രതിബദ്ധതയും ഒരിക്കലും മറക്കുവാൻ കഴിയത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നട്ടു വളർന്ന ഒരു പൈതൃകവും ഒരു പാരമ്പര്യവും ഒരു കുലീനതയും ഒരു മഹത്വവും നമ്മുടെ മക്കൾ നേടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഈ വന്യപിതാക്കന്മാരിൽ കൂടി നേടിയ ആർജവും സ്നേഹവും നീതിബോധവും പ്രതിബദ്ധതയും അവർ ഏറ്റെടുത്തിരിക്കുന്നത്. വന്ദനായ സോണിയച്ചനുള്ള സ്നേഹാദരവ് ഞാൻ സമർപ്പിക്കുന്നു. ഈ ഇടവകയോടുള്ള ഭക്തിയും വാത്സല്യവും അറിയിക്കുന്നു. ഈ പെരുന്നാളിന് ദൈവം തമ്പുരാൻ സ്നേഹത്തിൻ്റെ പനിമഞ്ഞ് ചൊരിഞ്ഞ് നമ്മെ വിശദീകരിക്കട്ടെ, നമ്മളെ നീതിയിലേക്ക് ഉയർത്തട്ടെ. ഈ ശബ്ദം കേട്ട എല്ലാവർക്കും സത്യത്തിൻ്റെയും നീതിയുടെയും തത്വത്തിൻ്റെയും പക്ഷം ചേർന്ന് യോഹന്നാൻ മാഗ്ദാന ഉയർത്തിക്കാട്ടിയ ആ വലിയ ശബ്ദം, അവനോ വളരണം, ഞാനോ കുറയണം, ഈ പെരുന്നാളിൽ വഴി എൻ്റെ മഹത്വം കുറയ്ക്കുവാൻ, നിഗ്രഹിക്കുവാൻ, ആത്മത്യാഗത്തിലേക്ക് യാത്ര ചെയ്യുവാൻ, തീർത്ഥാടനം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും മഹത്വത്തിനായിട്ട് തന്നെ. ആമേൻ.